സർ. സിഎമ്മിന്റെ ഓഫീസിലേക്ക് നടക്കട്ടെ. ഈ ബിൽ പ്രാബല്യത്തിൽ വരുത്താനുള്ള നീക്കങ്ങൾ നടത്തിയത് മുഖ്യമന്ത്രി കടക്കൽ ചന്ദ്രനാണെന്നുള്ള സൂചനകൾ അമ്പരപ്പോടെയും അത്ഭുതത്തോടെയുമാണ് സംസ്ഥാനത്തെ രാഷ്ട്രീയ നേതാക്കളും പൊതുജനങ്ങളും കേട്ടത്. ഈ ബില്ല് നിയമസഭയിൽ എന്നാണ് അവതരിപ്പിക്കുന്നത്? ഈ നിയമം പ്രാബല്യത്തിൽ വരുമോ? ഈ ബില്ല് ഒരു വിപ്ലവം സൃഷ്ടിക്കുമോ? കേരളത്തിലെ ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഇങ്ങനെ ഒരു ബില്ലിന് പ്രസക്തിയുണ്ടോ സിഎം? എല്ലാം പറയാം, വെയിറ്റ് ചെയ്യ്. സർ, എല്ലാവരും കുറച്ച് അജിറ്റേറ്റഡ് ആണെന്ന് തോന്നുന്നു. സിഎം ആണ് ഇതിന്റെ പുറകിൽ നിന്നുള്ള വിവരം എങ്ങനെയോ പുറത്തായിട്ടുണ്ട്. എജിക്ക് അറിയില്ലേ, ഒരു രഹസ്യം എന്ന് പറഞ്ഞാൽ പരമാവധി 2 പേരെ അറിയാൻ പാടുള്ളൂ. നമ്മളന്ന് 3 പേരുണ്ടായിരുന്നു അല്ലേ? ബേബി ഒന്നില്ലേ? ഞാനിങ്ങനെ ഒരു അടിയന്തര യോഗം വിളിച്ചത് സിഎം സംസാരിക്കണമെന്നില്ല. ഇന്ന് കുറച്ച് കാര്യങ്ങൾ ഞങ്ങൾക്ക് അങ്ങോട്ട് പറയാനുണ്ട്, കേൾക്കണം. നമ്മൾ ഇന്ന് ഈ സംസ്ഥാനത്ത് ഭരണം കയ്യിലുള്ള മുന്നണിയാണ്. നമ്മൾ അല്ലെങ്കിൽ താങ്കൾ ഒരു ബില്ല് അസംബ്ലിയിൽ അവതരിപ്പിക്കുമ്പോൾ അത് പാസ്സാവണം. മറിച്ചായാൽ ഒരുപക്ഷെ നമ്മൾ മറ്റൊരു തിരഞ്ഞെടുപ്പ് നേരിടേണ്ട അവസ്ഥ ഉണ്ടാവും. അയ്യോ, ഈ സാറ് എന്തൊക്കെയാ പറയുന്നത്? നമ്മൾ സിഎം അല്ലേ ബില്ല് അവതരിപ്പിക്കാൻ പോകുന്നത്, പിന്നെ അത് പാസ്സാതെങ്ങനാ? സാർ എന്തിനാ ഈ ബില്ലിനെ ഇത്ര കണ്ട് അങ്ങോട്ട് എതിർക്കുന്നത്? അത് ആദ്യം സഭയിൽ വരട്ടെ, അപ്പൊ നോക്കാം. സിഎം അത്ര കോൺഫിഡന്റ് ആണെങ്കിൽ ബില്ല് അവതരിപ്പിക്കട്ടെ മുസ്ലിയാർ സാറേ. അതിലിപ്പോ അതെങ്ങനാക്കിയതേ? ഈ തോന്നേശത്തിന് കൂട്ടുന്ന ബലിയാടാകുന്ന നമ്മളൊക്കെ ആയിരിക്കും. സിഎം, ഈ കസേരയിൽ ഇരിക്കുന്നത് കൊണ്ട് എന്തും തോന്നിയ പോലെ അങ്ങ് ചെയ്യാന്ന് കരുതരുത്. ഈ ഇരിക്കുന്നവരിൽ ഭൂരിഭാഗം പേരും ഞാൻ ഉൾപ്പെടെ ഈ ബില്ലിനെ പൂർണ്ണമായി എതിർക്കുന്നു. പറയുന്ന ഉപമ ശരിയാണോ എന്ന് എനിക്കറിയില്ല. കള്ളന്മാർക്കിടയിലും ഒരു സത്യസന്ധതയുണ്ടെന്നൊക്കെ പറയാറുണ്ട്. അതൊന്നും ചിന്തിക്കാതെ സിഎം ആരും അറിയാതെ ഈ ബില്ലുമായി മുന്നോട്ട് പോയത്. രാമേന്ദ്ര സാറേ, ഈ ബില്ല് പാസ്സാക്കിയത് പാർലമെന്റിലാ. അതിന് സിഎമ്മിനെ നിങ്ങൾ എന്തിനാ ഇങ്ങനെ കുറ്റം പറയുന്നത്? സമ്മതിച്ചു ഗീത, നമ്മുടെ പാർട്ടിയിലെ ഓരോ MP വഴിയാണ് അത് പാർലമെന്റിൽ എത്തിയത്. അത് നിങ്ങൾക്ക് അറിയാമായിരുന്നോ? ഇല്ലല്ലോ. എന്തിനാ ഒരു പാർട്ടി എക്സിക്യൂട്ടീവ് വിളിച്ചോ? ഇല്ലല്ലോ. ഒക്കെ പോട്ടെ, ഈ ഇരിക്കുന്ന മനുഷ്യൻ പാർട്ടി അധ്യക്ഷനല്ലേ, അദ്ദേഹം പോലും അറിഞ്ഞില്ലല്ലോ. സിഎം, ഈ ബിൽ അസംബ്ലിയിൽ വരരുത്. മിസ്റ്റർ രാജൻ, നിങ്ങൾ കള്ളനാണ്. രാമേന്ദ്രൻ, നിങ്ങളോ? നിങ്ങളെല്ലാവരും സംശുദ്ധരാണെങ്കിൽ പിന്നെ നിങ്ങൾ എന്തിനാണ് ഈ ബില്ലിനെ ഭയക്കുന്നത്? നിങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും എങ്കിൽ അവർ 5 അല്ല 50 കൊല്ലം നിങ്ങൾക്ക് തരും. അവർ നിങ്ങളെ വിശ്വസിക്കും, സ്നേഹിക്കും, കൂടെ നിൽക്കും. അതാണ് ചരിത്രം. ഇവിടുത്തെ മാത്രമല്ല, ലോകത്തെമ്പാടുമുള്ള എല്ലാ ജനാധിപത്യ രാജ്യങ്ങളിലെയും ഈ ബില്ല് ഞാൻ സഭയിൽ അവതരിപ്പിക്കും. അതെൻ്റെ കടമയാണ്. മുഖ്യമന്ത്രി എന്ന നിലയിൽ ജനങ്ങളോടുള്ള എൻ്റെ ഉത്തരവാദിത്തമാണ്. സാറേ, ബില്ല് പാസ്സാകിയോ തോൽക്കുകയോ എന്നായാലും ഞങ്ങൾക്ക് ഒരു പ്രശ്നമില്ല. പക്ഷെ ഇതുമായി മുന്നോട്ട് പോകാനാണ് ഉദ്ദേശമെങ്കിൽ ഇനി ഞങ്ങൾക്ക് അയാളെ വേണ്ട. ആ
യോഗ്യതയുള്ള ആൾക്കാര് വേറെയും ഉണ്ടല്ലോ. മുസ്ലിയാരെ അത്തരം ചിന്തകളൊന്നും വേണ്ട കേട്ടോ? വരട്ടല്ലേ വിശ്വംഭര, നിങ്ങൾ 4-5 ആളുകൾ വിചാരിച്ചാൽ ഇനി അയാൾ ആ സ്ഥാനത്തിരുത്താൻ പറ്റില്ല. മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുക്കുന്നതിനുണ്ട് ഒരു ജനാധിപത്യ രീതി. മനസ്സിലായോ? ബേബിച്ച, ഇവിടെ ഇരിക്കുന്ന ഭൂരിഭാഗം ആൾക്കാരുടെ വികാരമാ കുര്യാക്കോസ് പറഞ്ഞത്. പിന്നെ CM-ന്റെ കാര്യം, പാർട്ടിയുടെ തീരുമാനം എന്തോ ഞാൻ അതിൻ്റെ ഒപ്പം ഉണ്ടായിരിക്കും. അതിലൊരു മാറ്റമില്ല. സാറേ, യോഗ്യതയുള്ളവർ വേറെയുണ്ടേ. സാറ് CM, എനിക്ക് ആഭ്യന്തരം. 2 വർഷം കൂടിയേ ഭരണമുള്ളൂ. 1 വർഷം കഴിഞ്ഞാൽ സാറിന് ആഭ്യന്തരം, ഞാൻ CM. എങ്ങനെയുണ്ട്? നമ്മൾ ഒരുമിച്ച് ഒരേ ദിവസമാണ് പാർട്ടിയിൽ മെമ്പർഷിപ്പ് എടുത്തത്. 31 വർഷം മുമ്പ്. നമ്മുടെ ബന്ധത്തിൽ പരസ്പര വിശ്വാസമാണ് ഏറ്റവും വലുതെന്ന് എന്നെ പഠിപ്പിച്ചത് നീയാ. നിനക്ക് ഓർമ്മയുണ്ടോ അങ്ങനെ ഒരു വാക്ക്? അന്ന് മുതൽ എനിക്കെല്ലാം പാർട്ടിയായിരുന്നു. ആ ഒറ്റ കാരണം കൊണ്ടാണ് ഞാനെന്നും ഈ സ്ഥാനത്ത് തുടരുന്നത്. അല്ലെങ്കിൽ നേരത്തെ കൂടിയ മുറിയിൽ വെച്ച് ഞാൻ എൻ്റെ രാജി എഴുതി തന്നെ. ഞാൻ അങ്ങനെ ചെയ്യാതിരുന്നത് കുറഞ്ഞു പോകുന്നത് എൻ്റെ പാർട്ടിയുടെ വിലയായിരിക്കും. നീ കൊണ്ടുവരുന്ന ബില്ല് എന്താണെന്നും അതിൻ്റെ മഹത്വം എന്താണെന്ന് എനിക്കറിയാം. പക്ഷെ സഭയിൽ നീ അത് അവതരിപ്പിക്കരുത്. നീ മറ്റുള്ളവരുടെ മുന്നിൽ ചെറുതാവുന്നത് എനിക്കിഷ്ടമല്ല. നമ്മുടെ രാഷ്ട്രീയ ആദർശത്തിനും പ്രത്യയ ശാസ്ത്രത്തിനും അപ്പുറം നമ്മൾ തമ്മിലൊരു ബന്ധമുണ്ടായിരുന്നു. അല്ലെങ്കിൽ ഞാനങ്ങനെയൊക്കെയാണ് കരുതിയിരുന്നത്. നീ എന്നെ എത്ര മനസ്സിലാക്കിയിട്ടുണ്ടെന്നും എന്നെ എത്ര വിശ്വസിക്കുന്നുണ്ടെന്നും എനിക്കിപ്പോൾ മനസ്സിലായി. വളരെ സന്തോഷം. ബേബി, ഇതേക്കുറിച്ച് ഞാൻ നിന്നോട് പറഞ്ഞിരുന്നെങ്കിൽ ഇക്കാര്യത്തിൽ നീ എന്നോടൊപ്പം ഉണ്ടാവുമായിരുന്നു. സത്യസന്ധമായിട്ട് പറയുക. ഞാൻ ഈ പാർട്ടി അധ്യക്ഷനല്ലായിരുന്നെങ്കിൽ നിന്റെ ഈ കാര്യത്തിന് ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് ഞാനായിരുന്നു. എന്ത് സംഭവിച്ചാലും